63 വർഷം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് ഡെസിഗ്നേഷനിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് +2 ശേഷം കാലുകുത്തുന്ന ക്യാമ്പസിലൂടെ നമുക്കത് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ +2 ശേഷം ഇവർക്ക് ഏറ്റവും മികച്ചൊരു ക്യാമ്പസിൽ കാലുകുത്താനുള്ളൊരിടം, അതിനുള്ള കഴിവ്, സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് തിങ്ക് ചെയ്യണം. അങ്ങനെ ചിന്തിച്ചാൽ 63 വർഷത്തെ അവരുടെ ജീവിതം ബെസ്റ്റായി മാറും. സാറിന് മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒത്തിരി പൈസ മുടക്കില്ല പഠിക്കേണ്ടത്. നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഉന്നതമായ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പൗരന്മാരായി സമൂഹത്തിലേക്ക് കടക്കുക എന്നൊരു മോട്ടിവേഷൻ. സാർ മോട്ടിവേഷൻ ക്ലാസ് അല്ല എന്ന് പറയുന്നെങ്കിൽ കൂടി ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത് ഈ 2.5 മണിക്കൂർ സമയം അതിമഹത്തായ മോട്ടിവേഷൻ ക്ലാസ്സാണ് സാർ ഞങ്ങൾക്ക് നൽകിയത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴും ഇതേപോലുള്ള മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാറ് പറഞ്ഞു കൂടെ സാർ പറഞ്ഞൊരു വാക്കുണ്ട്, മലയാളികൾ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ടെസ്റ്റുകളിൽ പിന്നോക്കം പോകുന്ന അവസ്ഥയുണ്ടെന്നുള്ളൂ. ഒരുപക്ഷെ ഇതേപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിലെങ്കിലും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ ലെവലിലെ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ഒപ്പം മാതൃഭൂമി ആൽഫ അക്കാദമിക്ക് ഇത്രയും മനോഹരമായ ഒരു സെഷൻ കൈകാര്യം ചെയ്യാനും ഇവിടെ അറേഞ്ച് ചെയ്യാനും കാണിച്ച മനസ്സിനെ ഇവിടെയുള്ള എല്ലാവരുടെയും പേരുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.